കഥയുടെ തുടക്കത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തീം പാർക്കായ ജുറാസിക് വേൾഡ് ആണ് കാണിക്കുന്നത്. വംശനാശം സംഭവിച്ച ഡൈനോസറുകളെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ജുറാസിക് വേൾഡ് ആണ്. അപ്പോൾ കോസ്റ്റാറിക്കയിലുള്ള ഒരു വലിയ പ്രൈവറ്റ് ഐലൻഡ് ആണ് ഇസ്ലാ നുബ്ലാർ. ഈ ഇസ്ലാ നുബ്ലാർ ഐലൻഡിലാണ് ജുറാസിക് വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ദിവസവും 20,000-ലധികം ആൾക്കാരാണ് ജുറാസിക് വേൾഡ് സന്ദർശിക്കാനായി എത്തുന്നത്. ക്ലെയർ എന്ന ഈ സ്ത്രീയാണ് നമ്മുടെ കഥാനായിക. ജുറാസിക് വേൾഡിൽ ഓപ്പറേഷൻസ് മാനേജർ ആയിട്ടാണ് ക്ലെയർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ലാബിൽ വെച്ച് അവർ ഇൻഡോമിനസ് റെക്സ് എന്ന വലിയ ഒരു ഹൈബ്രിഡ് ഡൈനോസറിനെ ജനിപ്പിച്ചിട്ടുണ്ട്. ടൈറനോസോറസ് റെക്സ്, വെലോസിറാപ്റ്റർ അങ്ങനെ പല അപകടകാരികളായിട്ടുള്ള ഡൈനോസറിന്റെ DNA മിക്സ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇൻഡോമിനസ് റെക്സ് എന്ന ഡൈനോസറിനെ ജനിപ്പിച്ചത്. 50 അടിയിലധികമാണ് ഇൻഡോമിനസ് റെക്സിന്റെ വലുപ്പം, അതായത് ടീറെക്സിനേക്കാൾ വലുപ്പമുള്ളത്. ക്ലെയറിന്റെ സഹോദരിയാണ് കേറൻ. കേറന്റെയും സ്കോട്ടിന്റെയും 2 മക്കളാണ് സാക്കും ഗ്രേയും. ഇവര് രണ്ടുപേരും ഇവരുടെ ആന്റി ജോലി ചെയ്യുന്ന ജുറാസിക് വേൾഡ് സന്ദർശിക്കാനായിട്ട് ഒരാഴ്ചത്തേക്ക് പോവുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ അവരെ രണ്ടുപേരും എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ക്ലെയർ തന്റെ 2 നെഫ്യൂസിനെ കാണുന്നത്. ഗ്രേ ചെറിയ കുഞ്ഞായപ്പോഴാണ് അവസാനമായിട്ട് ക്ലെയർ അവനെ കണ്ടത്. എന്തായാലും ഇന്ന് ഇവരുടെ കൂടെ ക്ലെയർ ഉണ്ടാവത്തില്ല, കാരണം പുള്ളിക്കാരി ഭയങ്കര ബിസിയാണ്. പകരം സാറ എന്ന ക്ലെയറിന്റെ അസിസ്റ്റന്റ് ആയിരിക്കും ഇവരെ രണ്ടുപേരും ഇന്ന് ഇവിടുന്ന് നോക്കാനായിട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആന്റിയെ കണ്ടിട്ട് ആന്റി അവരുടെ കൂടെ വരാത്തത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സങ്കടമായി. എന്നാൽ ക്ലെയർ പറയാണ്, മക്കളെ നാളെ ഉറപ്പായിട്ടും ആന്റി നിങ്ങളുടെ കൂടെ വന്നിരിക്കും. ഇന്ന് കുറച്ചധികം ബിസി ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. സാറ സാക്കിനോടും ഗ്രേനോടും പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും VIP പാസ് ആണ്, അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ റൈഡ്സിലും നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ പ്രവേശിക്കാം. ഇദ്ദേഹമാണ് ജുറാസിക് വേൾഡിന്റെ ഓണറായ സൈമൺ മസറാണി. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ പട്ടികയിൽ 8ാം സ്ഥാനമാണ് സൈമൺ മസറാണിയുടേത്. സൈമൺ മസറാണിയും ക്ലെയറും ഹെലികോപ്റ്ററിൽ ഇവിടെ വന്നിട്ടുള്ളത് വേറെവിടെയുമല്ല, ഇൻഡോമിനസ് റെക്സ് എന്ന ആ ഡേഞ്ചറസ് ഡൈനോസറിനെ കാണാനായിട്ടാണ്. ഇൻഡോമിനസ് റെക്സിനെ ഒറ്റയ്ക്ക് മറ്റൊരു സ്ഥലത്താണ് താമസിപ്പിച്ചിട്ടുള്ളത്. ആ സ്ഥലത്തെ മതിലുകളൊക്കെ വലുപ്പം കൂട്ടുകയാണ്, കാരണം ഇൻഡോമിനസ് റെക്സ് എന്ന ഡൈനോസർ അവർ വിചാരിച്ചതിനേക്കാൾ ഭീമാകാരമായിട്ടുണ്ട്. അതേപോലെ അത് വളരെയധികം അഗ്രസീവുമാണ്. ഭക്ഷണം കൊടുക്കാനായി ചെന്ന കെയർടേക്കറിന്റെ ഒരു കൈ ഇൻഡോമിനസ് റെക്സ് കടിച്ചു തിന്നു. അതേപോലെ അവിടുത്തെ പെഡോക്കിലെ ഗ്ലാസ് വരെ ഇൻഡോമിനസ് റെക്സ് തകർക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. മസ്രാണി ക്ലെയറിനോട് ചോദിക്കാണ്, ഇൻഡോമിനസ് റെക്സ് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, എന്നോട് ലാബിൽ നിന്ന് 2 എണ്ണമുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അതെ സർ, 2 എണ്ണം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇൻഡോമിനസ് റെക്സ് അതിന്റെ സഹോദരനെ ഭക്ഷിച്ചു. മസ്രാണി ക്ലെയറിനോട് ഓവൻ ഗ്രാഡി എന്ന ആളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ പേര് കേട്ടപ്പോൾ തന്നെ ക്ലെയറിന്റെ മുഖം മാറി, കാരണം ഓവൻ ഗ്രാഡി വേറെ ആരുമല്ല, ക്ലെയറിന്റെ പഴയ കാമുകനാണ്. അവനും കൂടി ഈ മിഷനിൽ ഉണ്ടാവും. ഡൈനോസേഴ്സിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ അവനറിയാം. അതുകൊണ്ട് ഇൻഡോമിനസ് റെക്സിനെ മനുഷ്യരുമായി കുറച്ച് ഫ്രണ്ട്ലി ആക്കാൻ അവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് സൈമൺ മസറാണി ക്ലെയറിനോട് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകനായ ഓവൻ ഗ്രാഡി. അദ്ദേഹം 4 വെലോസിറാപ്റ്റേഴ്സിനെയാണ് വളർത്തുന്നത്. ആ 4 വെലോസിറാപ്റ്റേഴ്സും അപകടകാരികളാണ്. എന്നാൽ ഓവന് നന്നായിട്ട് അറിയാം അവൻ വളർത്തുന്ന വെലോസിറാപ്റ്റേഴ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്. ഇദ്ദേഹമാണ് വിക് ഹോസ്കിൻസ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഡൈനോസേഴ്സിനെ മിലിറ്ററി ആനിമൽസ് ആക്കി മാറ്റണമെന്നാണ്. അതിനായി പലതവണ അദ്ദേഹം ഓവനെ കണ്ട് സംസാരിച്ചു. എന്നാൽ ഓവൻ അതിന് സമ്മതിക്കുന്നില്ല. ഡൈനോസേഴ്സ് സാധാരണ വൈൽഡ് ആനിമൽസിനെ പോലെയല്ല, അവരുടെ സ്വഭാവ മാറ്റങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്നത് ഒരിക്കലും സാധ്യമല്ല എന്നാണ് ഓവൻ വിക്കിനോട് പറയുന്നത്. അവര് സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള കെയർ ടേക്കർ വെലോസിറാപ്റ്റേഴ്സിന് ഭക്ഷണം കൊടുക്കാനായി ചെന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നെറ്റ് വെലോസിറാപ്റ്റർ വളരെ ശക്തമായി പിടിച്ചു വലിച്ചു. അങ്ങനെ ആ കെയർ ടേക്കർ ആ 4 വെലോസിറാപ്റ്റേഴ്സ് ഉള്ള കൂട്ടിലേക്ക് ചെന്ന് വീഴുകയാണ്. ഇനി അവന്റെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. വെലോസിറാപ്റ്റേഴ്സ് അവനെ ആക്രമിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആ കൂട്ടിലേക്ക് അവനെ രക്ഷിക്കാനായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ആ 4 വെലോസിറാപ്റ്റേഴ്സിനെയും ഓവൻ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ആ വെലോസിറാപ്റ്റേഴ്സുകളെ അടക്കി നിർത്തി ഓവൻ ആ കൂട്ടിന്ന് പുറത്തിറങ്ങുകയാണ്. ഈ കെയർ ടേക്കർ അവിടെ പുതുതായി ജോലിയിൽ പ്രവേശിച്ചതാണ്. ഇനി നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവനെ ഓവൻ വാൺ ചെയ്തു. ഇവിടെ സാക്കും ഗ്രേയും അത്ര എൻജോയ് ചെയ്യുന്നില്ല, കാരണം അസിസ്റ്റന്റ് ആയ സാറ അവരുടെ കൂടെ തന്നെ എല്ലായിടത്തും വരുന്നുണ്ട്. അവര് കൊച്ചു കുട്ടികളല്ല, അവർക്ക് ഒറ്റയ്ക്ക് ജുറാസിക് വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ സാറ ഒരു കോളിൽ ബിസി ആയപ്പോൾ സാറയുടെ കണ്ണ് വെട്ടിച്ച് സാക്കും ഗ്രേയും ഓടുകയാണ്. അമ്മ സാക്കിനെ കോൾ ചെയ്തു. എന്നിട്ട് ക്ലെയർ കൂടെയുണ്ട് എന്ന് ചോദിച്ചു. അമ്മേ, ആൻഡി ഇന്ന് നമ്മുടെ കൂടെയില്ല, നാളെ വരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ പുള്ളിക്കാരി തന്റെ സഹോദരിയെ കോൾ ചെയ്യുകയാണ്. ക്ലെയർ, 7 വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ മക്കൾ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നത്, എന്നിട്ടും നീ എന്താ അവരുടെ കൂടെ പോകാത്തത്? ചേച്ചി, ഐ എം സോ സോറി, ഇന്ന് അർജന്റ് ആയിട്ട് കുറച്ചധികം ജോലികൾ ചെയ്തു തീർക്കാനുള്ളതാണ്, അതുകൊണ്ടാണ്
നാളെ ഉറപ്പായിട്ടും ഞാൻ മുഴുവൻ സമയം അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് എന്റെ പ്രോമിസ് ആണ്. സോ ഇവിടെ ക്ലെയർ വന്നിട്ടുള്ളത് തന്റെ പഴയ കാമുകനെ കാണാനായിട്ടാണ്. പുള്ളിക്കാരിക്ക് അവനെ കാണാൻ ഒട്ടും താല്പര്യമില്ല. എന്നാൽ സൈമൺ മസ്രാണി പറഞ്ഞത് ക്ലെയറിന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ക്ലെയർ ഓവനോട് ഡയറക്റ്റ് കാര്യം പറയുകയാണ്. ജുറാസിക് വേൾഡ് പുതിയ ഒരു ഭീമാകാരമായ ഡൈനോസറിനെ ജനിപ്പിച്ചിട്ടുണ്ട്. അതിനെ നീ ഒന്ന് കാണാനായിട്ട് വരണം. അതിനെ എങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞു തരണം. ഓവനാണെങ്കിൽ നല്ല മസിലൊക്കെ പിടിച്ച് താല്പര്യമൊന്നുമില്ലാതെയാണ് ക്ലെയറിനോട് സംസാരിക്കുന്നത്. അവസാനം ഒരുവിധം ഓവൻ വരാം എന്ന് സമ്മതിച്ചു. ഇവിടെ ജുറാസിക് വേൾഡ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മൊസാസോറസിനെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ വലിയ ഒരു മീനിനെ ക്രെയിനിൽ വെള്ളത്തിൽ വെച്ചതായി കാണാം. അപ്പോൾ ദാ മൊസാസോറസ് ചാടി വന്ന് ഒറ്റയടിക്ക് ആ വലിയ മീനിനെ വയറ്റിലാക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കായി. ഇവിടെ ക്ലെയറിന്റെ കൂടെ ഓവൻ ഇൻഡോമിനസ് റെക്സിനെ കാണാൻ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഇൻഡോമിനസ് റെക്സിനെ എവിടെയും കാണുന്നില്ല. അതിനെ അടുത്തേക്ക് വരുത്തിക്കാൻ വേണ്ടി അവർ ക്രെയിനിൽ ഭക്ഷണം താഴ്ത്തി കൊടുക്കുകയാണ്. എന്നിട്ടും വന്നിട്ടൊന്നുമില്ല. ഇത്രയും കാലം ഈ ഡൈനോസർ ഈ കൂട്ടിന്റെ അകത്ത് ഒറ്റക്കാണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഇതിന് മറ്റുള്ള ജീവികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയത്തില്ല. അത് അത്രത്തോളം കോൾഡ് ബ്ലഡഡ് ആയിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഓവൻ പറയുന്നത്. എന്തായാലും ഇവിടെ അവരെ എത്ര നോക്കിയിട്ടും ഇൻഡോമിനസ് റെക്സിനെ കാണുന്നില്ല. മെഷീനെ വെച്ച് ഡിറ്റക്ട് ചെയ്യാനായി പോയപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്ന സംഭവമാണ്. ആ സ്ഥലത്ത് ഇൻഡോമിനസ് റെക്സിന്റെ സാന്നിധ്യമില്ല. അത് ഈ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതേപോലെ അവിടെ ചുമരിൽ ഇൻഡോമിനസ് റെക്സിന്റെ ക്ലോ മാർക്കും കാണാം. അതായത് അതുവഴിയാണ് ആ ഡൈനോസർ പുറത്തേക്ക് പോയത്. ക്ലെയർ പെട്ടെന്ന് കൺട്രോൾ റൂം ഓഫീസിലേക്ക് വണ്ടി എടുത്തു പോവുകയാണ്. ഇൻഡോമിനസ് റെക്സിന്റെ ശരീരത്തിൽ ട്രാക്കിംഗ് ഇംപ്ലാന്റ്സ് ഉണ്ട്. അത് വെച്ച് അതിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായി പറ്റും. സോ ഇവിടെ ഓവനും രണ്ട് സെക്യൂരിറ്റീസും ഇൻഡോമിനസ് റെക്സിനെ കൂട്ടിൽ പരിശോധിക്കാനായി പ്രവേശിച്ചിട്ടുണ്ട്. ഓവൻ ആ മതിൽ നോക്കിയപ്പോൾ അവന് സംശയമായി. ഒരിക്കലും ഒരു ജീവിക്കും ഈ മതിൽ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഇതുവഴി ഇൻഡോമിനസ് റെക്സ് രക്ഷപ്പെട്ടു പോയത്? ഇനിയാണ് കഥയിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം നടക്കാനായിട്ട് പോകുന്നത്. കൺട്രോൾ റൂമിൽ നിന്ന് അവർ ഇൻഡോമിനസ് റെക്സിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തപ്പോൾ അത് പുറത്തെവിടെയും പോയിട്ടില്ല. അത് ആ കൂട്ടിൽ തന്നെയുണ്ട്. ഇത് കേട്ട ക്ലെയർ ഷോക്കായി പോയി. കൂട്ടിലാണെങ്കിൽ 3 ആൾക്കാരുമുണ്ട്. ക്ലെയർ പെട്ടെന്ന് അവരോട് ആ കൂട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവര് 3 പേരും ഓടുമ്പോൾ ദാണ്ടെ അവരുടെ തൊട്ട് മുന്നിലായിട്ട് ഇൻഡോമിനസ് റെക്സ് വന്നിട്ട് അതിലെ ഒരാളെ ഇൻഡോമിനസ് റെക്സ് ഭക്ഷിക്കുകയും ചെയ്തു. അവര് രണ്ടുപേരും ആ കൂട്ടിന്റെ പുറത്തിറങ്ങിയെങ്കിലും ഇൻഡോമിനസ് റെക്സും ആ കൂട്ടിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരാൾ കാറിന്റെ മുന്നിലായിട്ടാണ് ഒളിച്ചു നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ ഹീറോ ആണെങ്കിൽ മറ്റൊരു കാറിന്റെ അടിയിലായിട്ടാണ് ഒളിച്ചു നിൽക്കുന്നത്. ഇൻഡോമിനസ് റെക്സ് മറ്റേ കാർ ചവിട്ടി തെറിപ്പിച്ച് അയാളെ കൂടി കൊന്നു തിന്നുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ ഹീറോ മാത്രമാണ്. വണ്ടിയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഓവൻ ആ വണ്ടിയുടെ ടാങ്ക് തകർത്ത് തന്റെ ശരീരത്തിൽ മുഴുവനും പെട്രോൾ ആക്കുകയാണ്. അപ്പോൾ പെട്രോളിന്റെ സ്മെൽ ആയതുകൊണ്ട് തന്നെ ഡൈനോസറിന് ഒളിച്ചിരിക്കുന്ന ഓവനെ കണ്ടെത്താനേ സാധിച്ചിട്ടില്ല. അങ്ങനെ ഓവൻ രക്ഷപ്പെട്ടു. എന്നാൽ ഇൻഡോമിനസ് റെക്സ് ആ കൂട്ടിൽ നിന്ന് പുറത്ത് ഓടിപ്പോയിട്ടുണ്ട്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ്. എന്നാൽ ഈ വീഡിയോ കാണുന്ന 80% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഇവിടെ ജുറാസിക് വേൾഡ് ഇൻഡോമിനസ് റെക്സിനെ പിടികൂടനെ ഒരു നോൺ ലീത്തൽ ഓപ്പറേഷൻ ആണ് നടത്താനായി പോകുന്നത്. അതായത് ആ അപകടകാരിയായ ഡൈനോസറിനെ കൊല്ലാതെ അതിനെ വെടിവെച്ച് മയക്കാനാണ് ഇവര് പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഓവൻ അവിടെ കൺട്രോൾ റൂമിൽ ദേഷ്യത്തിൽ വരികയാണ്. ഓവൻ ക്ലെയറിനോട് ചോദിക്കാണ് എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്രയും വലിയ മൃഗം ആ കൂട്ടിന്റെ അകത്ത് തന്നെ ഉണ്ടായിട്ട് അത് എങ്ങനെ ക്യാമറയിൽ നിന്നും നമ്മുടെ കൺമുന്നിൽ നിന്നും ഒളിച്ചു നിന്നു? എന്തുകൊണ്ടാണ് തെർമൽ ക്യാമറാസിന് അത് സെൻസ് ചെയ്യാൻ സാധിക്കാത്തത്? അപ്പോൾ ക്ലെയർ പറയാണ് എന്തോ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ എററും മണ്ണാങ്കട്ടയൊന്നുമല്ല, ആ ഡൈനോസർ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് മതിലിൽ അതിന്റെ ക്ലോസ് പതിച്ചത്. അതിലേക്കൂടി രക്ഷപ്പെടാനല്ല, മറിച്ച് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഓവനോട് ചോദിക്കാണ് ഒരു മൃഗത്തിന് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഓവൻ പറയാണ് അതിന് നിങ്ങൾ ജനിപ്പിച്ച ഇൻഡോമിനസ് റെക്സ് എന്ന ഡൈനോസർ ഒരു സാധാരണ മൃഗമാണോ? നമ്മൾ മനുഷ്യരെക്കാൾ ബുദ്ധിശാലിയാണ് അത്. അപ്പോൾ ഇവിടെ ഇൻഡോമിനസ് റെക്സിന് പിടികൂടാൻ ഫോഴ്സ് അവിടെ എത്തിയതായി കാണാം. നോൺ ലീത്തൽ ഓപ്പറേഷൻ ആണ് എന്ന് അറിഞ്ഞപ്പോൾ സൈമൺ മസ്രാനോട് ഓവൻ പറയാണ് ആ ഡൈനോസറിനെ നോൺ ലീത്തൽ വെപ്പൺ ഉപയോഗിച്ച് ഒന്നും തന്നെ ചെയ്യാനേ പറ്റത്തില്ല. അതിനെ കൊല്ലുക എന്നത് മാത്രമാണ് ഏക വഴി. പക്ഷേ ഓവൻ ഇവിടെ പറയുന്നത് ആരും തന്നെ കേൾക്കാൻ തയ്യാറല്ല. അവർ അവരുടെ നോൺ ലീത്തൽ ഓപ്പറേഷനുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ തറയിൽ നിന്ന് അവർക്ക് ഇൻഡോമിനസ് റെക്സിന്റെ ശരീരത്തിലെ ഒരു ഭാഗം കിട്ടുകയാണ്. അതിന്റെ അകത്ത് ട്രാക്കിംഗ് ഇംപ്ലാന്റ്സ് കാണാം. അതായത് ആ ഡൈനോസർ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ട്രാക്ക് ചെയ്യുന്ന ഡിവൈസ്
ടീരാനോസോറക്സ് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ബുദ്ധിശാലിയാണ് ഇൻഡോമിനസ് റെക്സ്. ഇനിയാണ് എല്ലാവരും ഷോക്കായ സംഭവം നടന്നത്. അവിടെയുള്ള ഒരു മരത്തിൽ നിന്ന് ഇൻഡോമിനസ് റെക്സ് പുറത്തേക്ക് വരികയാണ്. ആരും തന്നെ അതിനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കാരണം അത് കാമോഫ്ലേജ് ആണ്. സൈന്യത്തിലെ ഓരോരുത്തരും ഇൻഡോമിനസ് റെക്സിനെ വീഴ്ത്താൻ വേണ്ടി നോൺ ലീഥൽ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അതൊന്നും തന്നെ ഇൻഡോമിനസ് റെക്സിന് ഏൽക്കുന്നില്ല. ഓരോരുത്തരുമായിട്ട് ഇൻഡോമിനസ് റെക്സ് ഭക്ഷിക്കുകയാണ്. ഓവൻ സൈമണിനോട് പറയാണ്, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, അല്ലെങ്കിൽ താങ്കളുടെ ജുറാസിക് വേൾഡ് ഒരു യുദ്ധഭൂമിയായി മാറും. സോ ജുറാസിക് വേൾഡ് അവർ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. സന്ദർശകരോട് എല്ലാവരോടും സഹകരിക്കാനായിട്ട് ജുറാസിക് വേൾഡ് അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ എന്താണ് പ്രശ്നമെന്ന് അറിയാതെ സന്ദർശകർ ഇതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല. ഇനി നമ്മുടെ സാക്കിന്റെയും ഗ്രേന്റെയും കാര്യം പറയുകയാണെങ്കിൽ അവർ ഹാംസ്റ്റർ ബോൾ എന്ന ഒരു റൈഡിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ആ റൈഡ് കൺട്രോൾ ചെയ്യുന്നത് അവര് തന്നെയാണ്. അപ്പോൾ ഈ ഹാംസ്റ്റർ ബോളിന്റെ ഗ്ലാസ് ഒക്കെ ബുള്ളറ്റ് പ്രൂഫ് ആണ്. അപകടകാരികളല്ലാത്ത ഡൈനോസറുകളുടെ തൊട്ടടുത്തേ കൂടി അവർക്ക് ഈ റൈഡ് ഓടിച്ചു പോകാം. അങ്ങനെ അവർ പോകുന്ന സമയത്താണ് ആ റൈഡിലെ സ്ക്രീനിൽ അവർക്ക് വാർണിംഗ് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് ജുറാസിക് വേൾഡിലെ എല്ലാ റൈഡ്സും താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എവിടെയാണുള്ളത് അവിടുന്ന് മടങ്ങി വരണം. ചേട്ടാ വാ നമുക്ക് തിരിച്ചു പോകാമെന്ന് ഗ്രേ പറഞ്ഞപ്പോൾ, എടാ അതിന് നമ്മൾ സാധാരണ ജുറാസിക് വേൾഡ് സന്ദർശകരെ പോലെയല്ല, നമ്മൾക്ക് VIP പാസ് ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഗ്രേനോട് സാക്ക് പറയുകയാണ്. തന്റെ 2 നെഫ്യൂസിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്ന ക്ലെയർ സാറയെ വിളിക്കുകയാണ്. അപ്പോൾ സാറ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ട് ക്ലെയറിനോട് പറയാണ്, മാഡം ഐ എം സോ സോറി, മാഡത്തിന്റെ 2 നെഫ്യൂസ് എന്റെ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോയി. ഞാൻ കുറെ നേരമായി അവരെ ഇവിടെയെല്ലാം അന്വേഷിക്കുന്നു, എന്നാൽ അവരെവിടത്തേക്കാണ് പോയതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തന്നെ ക്ലെയർ സാക്കിനെ കോൾ ചെയ്യുകയാണ്. എന്നാൽ ഹാംസ്റ്റർ ബോളിന്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ റേഞ്ച് കുറവാണ്. ക്ലെയർ പറയുന്നത് ഒന്നും തന്നെ സാക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല. ഇനി ഇവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്. ഒരു കാരണവശാലും അതിന്റെ അകത്തേക്ക് ഹാംസ്റ്റർ ബോൾ ഓടിച്ചു പോകാൻ പാടില്ല. കാരണം റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ അകത്തുള്ളത് അപകടകാരികളായിട്ടുള്ള ഡൈനോസേഴ്സ് ആണ്. എന്നാൽ സാക്ക് ഗ്രേനോട് പറയാണ്, കുറെ നാളായി നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ചെയ്തിട്ട് ഇതാണ് അതിന്റെ സമയം. അങ്ങനെ അവര് രണ്ടുപേരും ഹാംസ്റ്റർ ബോളിൽ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പ്രവേശിച്ചു. ഇവിടെ ക്ലെയർ ആണെങ്കിൽ ഓവന്റെ അടുത്ത് ടെൻഷൻ അടിച്ചു പോയിട്ട്, പ്ലീസ് നീ എന്റെ കൂടെ വരണം, എന്റെ 2 നെഫ്യൂസിനെ കാണുന്നില്ല, അവരെ കണ്ടുപിടിക്കണം, അവര് അപകടത്തിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ സാക്കിന്റെയും ഗ്രേന്റെയും മുന്നിൽ 4 വലിയ ഡൈനോസേഴ്സിനെ കാണാം. എന്നാൽ അവര് 5ാമത് ഒരു വലിയ ഭീമാകാരമായ ഡൈനോസറിന്റെ റിഫ്ലക്ഷൻ കൂടി കാണുകയാണ്. അത് വേറെ ആരുമല്ല, ഇൻഡോമിനസ് റെക്സ് ആണ്. ഇൻഡോമിനസ് റെക്സ് ഇവരുടെ ഹാംസ്റ്റർ ബോൾ ഫുട്ബോൾ ചവിട്ടുന്നത് പോലെ ചവിട്ടി ദൂരേക്ക് എത്തിച്ചു. ഇപ്പോഴാണ് ഇവന്മാര് രണ്ടുപേർക്കും ഇവർ എത്രത്തോളം വലിയ അപകടത്തിലാണ് ചെന്ന് പെട്ടത് എന്ന് മനസ്സിലായത്. അവര് പിന്നീട് കാണുന്നത് ആ ഒരൊറ്റ ഡൈനോസർ അവിടെയുള്ള മറ്റു ഡൈനോസേഴ്സിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് കൊല്ലുന്നതാണ്. അവരുടെ ഹാംസ്റ്റർ ബോൾ തല കീഴായി മറിഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് അതുമായി അവിടുന്ന് പോകാനും സാധിക്കുന്നില്ല. സാക്കിന്റെ ഫോണിലേക്ക് ക്ലെയർ കോൾ ചെയ്യുകയാണ്. എന്നാൽ ഫോൺ അവിടെ താഴെ വീണത് കൊണ്ട് തന്നെ സാക്കിന് ഫോൺ എടുക്കാനായി പറ്റുന്നില്ല. ഡൈനോസേഴ്സിനെ എല്ലാവരും കൊന്നതിനു ശേഷം ഇൻഡോമിനസ് റെക്സ് ഇവരെ അറ്റാക്ക് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. ആ ഹാംസ്റ്റർ ബോൾ മുഴുവനായിട്ടും വായിലേക്ക് കയറ്റാനാണ് ഇൻഡോമിനസ് റെക്സ് ശ്രമിച്ചത്. എന്നാൽ അതിന് പറ്റുന്നില്ല. ഹാംസ്റ്റർ ബോളിന്റെ ഗ്ലാസ് തകർന്നപ്പോൾ ആ തക്കം നോക്കി ഇവർ രണ്ടുപേരും അതിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവര് ഓടിപ്പോയി മുന്നിലാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടമാണ്. അതിലേക്ക് എടുത്തു ചാടിയാൽ മാത്രമേ ഇവർക്ക് അതിജീവിക്കാനേ സാധിക്കൂ. വേറെ വഴിയില്ലാതെ രണ്ടുപേരും ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അങ്ങനെ അതിസാഹസികമായിട്ട് ഇവര് രണ്ടുപേരും ഇൻഡോമിനസ് റെക്സിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. സോ അവരെ അന്വേഷിച്ച് ആ സ്ഥലത്തേക്ക് ക്ലെയറും ഓവനും എത്തിയിട്ടുണ്ട്. അവർ അവിടെ കണ്ടത് സങ്കടകരമായ കാഴ്ചയാണ്. അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്ന സകല ഡൈനോസേഴ്സിനെയും ഇൻഡോമിനസ് റെക്സ് കൊന്നിട്ടുണ്ട്. അവര് വണ്ടിയുമായി മുന്നോട്ട് പോയപ്പോൾ അവര് സാക്കും ഗ്രേയും യാത്ര ചെയ്ത ഹാംസ്റ്റർ ബോൾ കാണുകയാണ്. ആ ഹാംസ്റ്റർ ബോളിൽ നിന്ന് ഇൻഡോമിനസ് റെക്സിന്റെ ഒരു പല്ല് ഓവന് കിട്ടി. അതേപോലെ സാക്കിന്റെ ഫോണും ക്ലെയറിന് കിട്ടിയിട്ടുണ്ട്. അവരെ രണ്ടുപേരും ഇൻഡോമിനസ് റെക്സ് തിന്നു കാണുമെന്ന് വിചാരിച്ച് ക്ലെയർ പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഓവൻ അവിടെ അവരുടെ രണ്ടുപേരുടെയും ഫുട് പ്രിന്റ്സ് കണ്ടു. ഓവൻ പറയാണ്, നിന്റെ നെഫ്യൂസ് രക്ഷപ്പെട്ടിട്ടുണ്ട്, അവര് വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്, നീ തിരിച്ചു പോയിക്കോളൂ, നിന്റെ നെഫ്യൂസിനെ ഞാൻ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നോളാം എന്ന് ഓവൻ പറഞ്ഞു. എന്നാൽ ഡ്രസ്സൊക്കെ കെട്ടിവെച്ച് ക്ലെയർ പറയാണ്, ഞാൻ പോകത്തില്ല, ഞാനും നിന്റെ കൂടെ വരുമെന്ന്. സോ ഇവിടെ സാക്കും ഗ്രേയും ജുറാസിക് വേൾഡിൽ പണ്ടുണ്ടായ പൂട്ടിപ്പോയ ഒരു വർക്ക്ഷോപ്പ് കാണുകയാണ്. അവർ അത് തുറന്ന് അതിന്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ കേടുപാടുകൾ പറ്റിയ ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് ജീപ്പുകളുണ്ട്. ഇവരുടെ മുത്തശ്ശന്റെ കയ്യിലും ഇതുപോലത്തെ ജീപ്പ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടതെന്ന് മുത്തശ്ശൻ സാക്കിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അറിവ് ഉപയോഗിച്ച് അവര് രണ്ടുപേരും കൂടി അവിടുന്ന് ഒരു ജീപ്പ് നന്നാക്കുകയാണ്. ജുറാസിക് വേൾഡിലെ കൺട്രോൾ റൂമിലേക്ക് സൈമൺ മസ്രാണിയെ കാണാനായിട്ട് വിക് ഹോസ്കിൻസ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇൻഡോമിനസ്
എൻഡോമിനസ് റെക്സിനെ നിർത്തണമെങ്കിൽ അതിനെ കൊണ്ട് മനുഷ്യർക്ക് സാധ്യമല്ല. ഒരു അപകടകാരിയെ പരാജയപ്പെടുത്താൻ മറ്റൊരു അപകടകാരി തന്നെ വേണം. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് വെലോസിറാപ്റ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് എൻഡോമിനസ് റെക്സിനെ പരാജയപ്പെടുത്താമെന്നാണ്. സൈമൺ എന്നാൽ അതിന് സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം ഹെലികോപ്റ്ററുമായി ഓഫീസേഴ്സിന്റെ കൂടെ എൻഡോമിനസ് റെക്സിനെ ആകാശത്തുനിന്ന് ഷൂട്ട് ചെയ്ത് വീഴ്ത്താനാണ് പോകുന്നത്. ജാക്കും ഗ്രേയും ആണെങ്കിൽ ജീപ്പ് നന്നാക്കി ആ സ്ഥലത്തുനിന്ന് പോയിട്ടുമുണ്ട്. അവിടെ എത്തിയ ഓവനും ക്ലെയറിനും മനസ്സിലായി കുട്ടികൾ ജീപ്പ് എടുത്തു പോയിട്ടുണ്ട് എന്ന്. അവര് ശരിക്കും ഇംപ്രസ്ഡ് ആയി. കാരണം ക്ലെയറിന്റെ നെഫ്യൂസായ ജാക്കും ഗ്രേയും ബുദ്ധിശാലികളായ കുട്ടികളാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരും മറ്റൊരു ജീപ്പ് നന്നാക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടത്തേക്ക് എൻഡോമിനസ് റെക്സ് വരികയാണ്. അവര് രണ്ടുപേരും ഒളിച്ചിരുന്നെങ്കിലും എൻഡോമിനസ് റെക്സ് അവരെ കണ്ടുപിടിച്ച് ആക്രമിക്കാനായി വരികയാണ്. അവര് രണ്ടുപേരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. ക്ലെയർ കൺട്രോൾ റൂമിലേക്ക് അവരുടെ ലൊക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് സൈമൺ മസറാണി ഹെലികോപ്റ്ററുമായി എത്തി എൻഡോമിനസ് റെക്സിനെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ എത്ര ബുള്ളറ്റ് കൊണ്ടിട്ടും എൻഡോമിനസ് റെക്സ് താഴെ വീഴുന്നൊന്നുമില്ല. എൻഡോമിനസ് റെക്സ് ഇവിടെ തകർത്ത് കയറിയിട്ടുള്ളത് പറക്കുന്ന ഡൈനോസേഴ്സിന്റെ കൂട്ടിലേക്കാണ്. അവിടുന്ന് ഒരുപാട് ഡൈനോസേഴ്സിനെ എൻഡോമിനസ് റെക്സ് തിന്നുന്നുമുണ്ട്. ഒരുപാട് ഡൈനോസേഴ്സ് പുറത്തേക്ക് പറന്നു പോവുകയും സൈമൺ മസറാനുള്ള ഹെലികോപ്റ്ററിലേക്ക് ഈ ഡൈനോസേഴ്സ് പറന്ന് ഇടിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഹെലികോപ്റ്റർ ക്രാഷ് ആവുകയും ജുറാസിക് വേൾഡിന്റെ ഉടമയായ സൈമൺ മസറാണി അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു. ജാക്കും ഗ്രേയും ആണെങ്കിൽ ജീപ്പുമായി ജുറാസിക് വേൾഡിന്റെ മെയിൻ ഗേറ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ജുറാസിക് വേൾഡിലെ സന്ദർശകരൊക്കെ ഒത്തുകൂടി നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ദൂരെ നിന്ന് കാണുന്നത് ഒരുപാട് പറക്കുന്ന ഡൈനോസേഴ്സ് അവർക്ക് നേരെ വരുന്നതാണ്. പിന്നീട് അവിടെ നടന്നത് വളരെയധികം ഭയാനകമായ സംഭവമാണ്. പറന്നെത്തിയ ഡൈനോസേഴ്സ് അവിടെയുള്ള ഓരോരുത്തരും പിടിച്ച് പറക്കുകയാണ്. അതേപോലെ അവരെയൊക്കെ കൊല്ലുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്കാണ് ഇവിടെ പരിക്കേറ്റതും അതേപോലെ ജീവൻ നഷ്ടപ്പെട്ടതും. ഈ സ്ഥലത്തേക്ക് ഓവനും ക്ലെയറും എത്തിയിട്ടുണ്ട്. അവര് ജാക്കിനും ഗ്രേനും രക്ഷിച്ച് സേഫ് ആക്കാനാണ് വന്നത്. എന്നാൽ അപ്പോൾ ഒരു ഡൈനോസർ നമ്മുടെ ഓവനെ അറ്റാക്ക് ചെയ്ത് താഴെ വീഴ്ത്തി. ആ ഡൈനോസർ ആണെങ്കിൽ ഓവനെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ അപ്പോൾ നമ്മുടെ ക്ലെയർ ഓടിയെത്തി ഒരു തോക്കെടുത്ത് ഓവനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഡൈനോസറിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അതായത് ഓവന്റെ ജീവൻ ക്ലെയർ രക്ഷപ്പെടുത്തി. ഈ സംഭവങ്ങളൊക്കെ ക്ലെയറിന്റെ നെഫ്യൂസ് കാണുന്നുണ്ട്. നിലത്ത് വീണ് കിടക്കുന്ന ഓവനെ ക്ലെയർ എഴുന്നേൽപ്പിച്ചു. ഓവൻ അപ്പോൾ പുള്ളിക്കാരിയോട് നന്ദി ഒന്നുമല്ല പറഞ്ഞത്, പുള്ളിക്കാരിയെ ചുംബിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും അവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുകയാണ്. പിന്നീട് അവര് രണ്ടുപേരും ജാക്കിനും ഗ്രേനും കൂട്ടി അവിടുന്ന് വണ്ടി എടുത്തു പോവുകയാണ്. സൈമൺ മസറാനിയുടെ മരണത്തിന് ശേഷം വിക് ഹോസ്കിൻസ് സ്വയം തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതായത് വെലോസിറാപ്റ്ററിനെ അഴിച്ചുവിട്ട് എൻഡോമിനസ് റെക്സിനെ പരാജയപ്പെടുത്താൻ. ഇതറിഞ്ഞ ഓവൻ അവിടെ എത്തുകയും വിക്കിന്റെ മോന്ത കിട് തന്നെ ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ വിക്ക് പറയാണ്, ഓവൻ ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. ഈ 4 വെലോസിറാപ്റ്റേഴ്സിനെ നീ തന്നെയല്ലേ പരിശീലിപ്പിച്ച്, അവരെ കൊണ്ട് എന്തായാലും മനുഷ്യരെ സഹായിക്കാനേ പറ്റും. എൻഡോമിനസ് റെക്സിനെ ഈ 4 വെലോസിറാപ്റ്റേഴ്സിനെ ഉറപ്പായിട്ടും പരാജയപ്പെടുത്താനേ സാധിക്കും. സോ ഈ ടാസ്ക് ഫോഴ്സിന് ഓവൻ നേതൃത്വം നൽകുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും യാതൊരു കാരണവശാലും എന്റെ വെലോസിറാപ്റ്റേഴ്സിനെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ആ 4 വെലോസിറാപ്റ്റേഴ്സിന് എൻഡോമിനസ് റെക്സിന്റെ മാംസം ഓവൻ മണപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ 4 വെലോസിറാപ്റ്റേഴ്സും എൻഡോമിനസ് റെക്സിനെ തേടി ഓടുകയാണ്. പിന്നാലെ ഓവനും അവന്റെ ഫോഴ്സും ഉണ്ട്. ഫൈനലി അവർ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഈ 4 വെലോസിറാപ്റ്റേഴ്സും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട സൈന്യത്തിന് മനസ്സിലായി എൻഡോമിനസ് റെക്സ് ഇവിടെ തന്നെ ഉണ്ട് എന്ന്. അവര് തോക്കൊക്കെ സെറ്റ് ചെയ്ത് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ദാ നമ്മുടെ വില്ലനായ എൻഡോമിനസ് റെക്സ് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വെലോസിറാപ്റ്റേഴ്സും എൻഡോമിനസ് റെക്സും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാം. ഇനിയാണ് ഇവരെ എല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവം നടന്നത്. വെലോസിറാപ്റ്റേഴ്സും എൻഡോമിനസ് റെക്സും അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുകയാണ്. അപ്പോൾ ഡൈനോസറുകൾക്ക് മറ്റു ഡൈനോസേഴ്സുമായി സംഭാഷണം നടത്താനേ സാധിക്കും. ഇനിയാണ് ട്വിസ്റ്റ്. ഈ 4 വെലോസിറാപ്റ്റേഴ്സും തിരിഞ്ഞു നിൽക്കുകയാണ്. അതായത് എൻഡോമിനസ് റെക്സുമായി സംഭാഷണം നടത്തി ഈ 4 വെലോസിറാപ്റ്റേഴ്സും എൻഡോമിനസ് റെക്സിന്റെ ടീമിൽ ചേർന്നിട്ടുണ്ട്. അതായത് ഇനി മനുഷ്യരെ ആക്രമിക്കാനായി പോകുന്നത് എൻഡോമിനസ് റെക്സ് തനിച്ചല്ല, മറിച്ച് കൂടെ 4 വെലോസിറാപ്റ്റേഴ്സും ഉണ്ട്. പിന്നീട് അവിടെ വലിയ ഒരു ഷൂട്ട് ഔട്ട് നടന്നു. ആ ഷൂട്ട് ഔട്ടിൽ ആ 5 ഡൈനോസേഴ്സും ഒളിച്ചു നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈന്യത്തിലെ ഓരോരുത്തരായിട്ട് ഡൈനോസേഴ്സ് കാണാതെ വന്ന് അറ്റാക്ക് ചെയ്ത് കൊന്നു കളയുകയാണ്. ഡൈനോസേഴ്സിന് ക്യാമോഫ്ലേജ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ സൈന്യത്തിന് പെട്ടെന്നൊന്നും അവരെ കാണാൻ സാധിക്കുകയുമില്ല. ഇവിടെ ഓവന്റെ മുന്നിലാണെങ്കിൽ ഓവൻ വളർത്തുന്ന ഒരു വെലോസിറാപ്റ്റർ വന്നിട്ടുണ്ട്. എന്നാൽ താൻ വളർത്തി വലുതാക്കിയ വെലോസിറാപ്റ്ററിനെ വെടിവെച്ച് കൊല്ലാൻ ഓവന് മനസ്സ് വന്നിട്ടില്ല. ഓവൻ തോക്ക് താഴ്ത്തി. അതേപോലെ തന്നെ സ്വന്തം യജമാനെ അറ്റാക്ക് ചെയ്യാൻ ആ വെലോസിറാപ്റ്ററിനും മനസ്സ് വന്നിട്ടില്ല. എന്നാൽ സൈന്യം ആ വെലോസിറാപ്റ്ററിനെ RPG വെച്ച് ഷൂട്ട് ചെയ്ത് കൊന്നു
കളഞ്ഞു. എന്തായാലും ഇനിയും ആ സ്ഥലത്ത് നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ സൈന്യം ഓരോരുത്തരായി വണ്ടിയെടുത്ത് സ്ഥലം വിടുകയാണ്. ഇവിടെ ഒരു വാനിൽ ഇരിക്കുന്ന ക്ലെയറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഡൈനോസർ എത്തിയതായി കാണാം. പുള്ളിക്കാരി എന്നാൽ പെട്ടെന്ന് ആ വാൻ സ്റ്റാർട്ട് ചെയ്ത് വിടുകയാണ്. ആ വണ്ടിന്റെ ബാക്ക് സൈഡിൽ സാക്കും ഗ്രേയും ഉണ്ട്. അപ്പോൾ ആ വാനിന്റെ അടുത്ത് വന്ന ഓവന് ക്ലെയറിനോട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് പറയുകയാണ്. അവരങ്ങനെ ജുറാസിക് വേൾഡിലെ റിസർച്ച് ലാബിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വിക് ഹോസ്കിൻസിനെ കാണാം. അദ്ദേഹം ഈ അപകടകാരികളായിട്ടുള്ള ഡൈനോസേഴ്സിന്റെ DNA ശേഖരിച്ചു വെച്ച് അതുവഴി വലിയ ഒരു ബിസിനസ് ആണ് നടത്താനായിട്ട് പോകുന്നത്. എന്നാൽ അതൊരിക്കലും ശരിയായ ഏർപ്പാടല്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിക് ഹോസ്കിൻസിനോട് ക്ലെയറും ഓവനും പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അവര് പറയുന്നത് കേൾക്കാൻ ഒന്നും തന്നെ തയ്യാറല്ല. എന്നാൽ ആ സമയം അവിടെ ഓവൻ വളർത്തുന്ന ഒരു വെലോസിറാപ്റ്റർ വന്നിട്ടുണ്ട്. ആ വെലോസിറാപ്റ്റർ അവർക്ക് നേരെയല്ല പോയത്, മറിച്ച് വിക് ഹോസ്കിൻസിന് നേരെയാണ്. അദ്ദേഹം ആ വെലോസിറാപ്റ്ററിനോട് പ്ലീസ് എന്നെ ഒന്നും ചെയ്യലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ വെലോസിറാപ്റ്റർ വിക് ഹോസ്കിൻസിനെ ആക്രമിച്ച് കൊന്നു കളയുകയാണ്. ഇവര് 4 പേരും ആ സമയം അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നാൽ മറ്റു 2 വെലോസിറാപ്റ്റേഴ്സും അവരെ ചേസ് ചെയ്യുകയാണ്. അങ്ങനെ 3 വെലോസിറാപ്റ്റേഴ്സും അവരുടെ ചുറ്റും വന്നതായി കാണാം. അവർക്ക് 4 പേർക്കും ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്നാൽ ഓവൻ താൻ വളർത്തുന്ന ആ 3 വെലോസിറാപ്റ്റേഴ്സുമായി സ്നേഹത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ 3 വെലോസിറാപ്റ്റേഴ്സും നമ്മുടെ ഓവന്റെ നിയന്ത്രണത്തിലായി. ഇതേ സമയം തന്നെയാണ് ഇൻഡോമിനസ് റെക്സും അവിടെ എത്തിയത്. ഇപ്രാവശ്യം വെലോസിറാപ്റ്റേഴ്സ് ഇൻഡോമിനസ് റെക്സിന്റെ ഭാഗത്തല്ല, മറിച്ച് ഓവന്റെ ഭാഗത്താണ്. അങ്ങനെ ആ 3 വെലോസിറാപ്റ്റേഴ്സും ഇൻഡോമിനസ് റെക്സുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ഓവനും ഇൻഡോമിനസ് റെക്സിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെലോസിറാപ്റ്റേഴ്സും ഇൻഡോമിനസ് റെക്സും ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അവന്റെ എൻട്രി. അതായത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്ന മൊസാസോറസ് എന്ന ഡൈനോസറിനെ കണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് ആ വെള്ളത്തിൽ നിന്ന് മൊസാസോറസ് ചാടി വന്ന് ഇൻഡോമിനസ് റെക്സിനെ അറ്റാക്ക് ചെയ്ത് വെള്ളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അപകടകാരിയായ ഇൻഡോമിനസ് റെക്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓവൻ വളർത്തിയ 4 വെലോസിറാപ്റ്റേഴ്സിൽ നിന്ന് ഇപ്പോൾ ആകെ ജീവനോടെ ബാക്കിയുള്ളത് ഒരൊറ്റ വെലോസിറാപ്റ്റർ മാത്രമാണ്. ആ വെലോസിറാപ്റ്ററിനോട് ഓവൻ നന്ദി പറയുകയാണ്. ജുറാസിക് വേൾഡിൽ നിന്ന് പരിക്കേറ്റ എല്ലാവർക്കും അവിടെ വെച്ച് തന്നെ മെഡിക്കൽ ടീം ചികിത്സ നൽകുകയാണ്. ജാക്കിന്റെയും ഗ്രേന്റെയും മാതാപിതാക്കൾ അവരെ കാണെ അവിടെ എത്തിയിട്ടുമുണ്ട്. ക്ലെയർ തന്നെ സഹോദരിയോട് മാപ്പ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ആ മാപ്പ് സ്വീകരിച്ചിട്ടില്ല. പകരം വർഷങ്ങൾക്ക് ശേഷം കണ്ട തന്റെ സഹോദരിയെ കെട്ടിപ്പിടിക്കുകയാണ് പുള്ളിക്കാരി ചെയ്തത്. അതേപോലെ നമ്മുടെ കഥാനായകനായ ഓവൻ ഗ്രാഡിയും കഥാനായികയായ ക്ലെയറും കഥയുടെ അവസാനത്തിൽ ഒന്നിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.